ദശിനി നമ്മ എങ്ക പോറോം? നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാ? അപ്പം ഞങ്ങൾ വിചാരിച്ചു കുളത്തിൽ പോവാം. ഇത് മെയിൻ ഐഡിയ ബാലുവിൻ്റെതാണ് കേട്ടോ. അവന് കുളത്തിൽ പോകണമെന്ന് കുറേ നേരമായി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞങ്ങളെയും കൂടി ഉസുപ്പേത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങളിതാ അവനാണ് വണ്ടി ഓടിക്കുന്നത്. അവന് വണ്ടി ഓടിക്കാനുള്ളതൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ യാതൊരു പ്രശ്നവും കാര്യവും എന്ന് വിചാരിക്കുന്നു. ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ പൊക്കിയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്ന കുളം? ബാലാജി ഇങ്ങ് കുളിക്കാൻ വരുമോ? ഞാൻ നല്ല ഈവനിങ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴേൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മൂടലൊക്കെ. നല്ലൊരു ക്ലൈമറ്റ്, ഇനി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇതെന്താ ഈ കുളത്തിന്റെ പേരെന്താ? സീരിയസ് ആയിട്ട് കേട്ടാ സൊല്ല്. എന്താണ് പറയ് ബാലു, സൊല്ല്. അപ്പോൾ അവനിതാ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടപ്രകാരം അവനിതാ കുളത്തിലേക്ക് ഇറങ്ങി. ഇവനോട് ചോദിച്ചിട്ടും അവളോട് ചോദിച്ചിട്ടും രണ്ട് പേരും ഈ കുളത്തിൻ്റെ പേരെന്താന്ന് പറയുന്നില്ല. ലാസ്റ്റ് അവനോട് ചോദിച്ചപ്പോൾ അവന് പച്ചക്കുളം അങ്ങനെ എന്തോ സംഭവം പറഞ്ഞു. അത് ഉടായിപ്പറക്കിയതാണോ എന്നെ കളിയാക്കിയതാണോ ഒന്നും മനസ്സിലായില്ല. എന്തായാലും നമുക്ക് പച്ചക്കുളം തന്നെ അങ്ങോട്ട് വിളിക്കാം. ബാലുവിന് കുളത്തിൽ കുളിക്കാൻ ആഗ്രഹം. അങ്ങനെ ഞങ്ങളെ കുട്ടി വന്നിരിക്കുക. കുട്ടി ഈ അടുത്താണ് നീന്താൻ പഠിച്ചത്. അപ്പം അതിൻ്റെ ആവേശ. നീന്തണ്ടല്ലേ? ദർശനിക്ക് അറിയില്ലല്ലോ. ഇവനെ വല്ലാത്ത സാധന. ഇവൻ ഈ സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ പരിപാടി. അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. അത് ദർശിനി പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ബാലു ഇറങ്ങിയപ്പോൾ ദർശനിക്ക് ഇറങ്ങാനൊരു ബോധി. പക്ഷെ അവൾക്ക് നല്ല പേടിയുണ്ട്. പിന്നെ നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ട് അവൾക്ക് നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കണ്ടാൽ ഞാനും ഫ്ലാറ്റ് ആവും കേട്ടോ. ഞാനൊക്കെ എപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സുഖമുണ്ട് അതിലിങ്ങനെ കാലിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. അവൻ നീന്തുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ത്വര ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നീന്താനൊന്നും അറിയില്ല. എന്നാലും ചുമ്മാ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇതാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുപ്പായം നനയും ഗൈസ്. അതുകൊണ്ട് വേറെ ഡ്രസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിനിപ്പം നനഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല തല്ല് കിട്ടും. அந்த பயம் இருக்கட்டும். இப்பதான் அங்க ஒண்ணு போச்சு. 1 2 3 ஸ்டார்ட். ദേ എൻ്റെ ഏട്ടായി അവിടെ സൈഡായിട്ടിരിക്കും കേട്ടോ. മൂപ്പരിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ എന്ത് ഭംഗിയാ, നനയണമെന്ന് വിചാരിച്ചാൽ നനയും. പക്ഷെ ഞങ്ങളവസ്ഥ നോക്കി, ഈ വെള്ളത്തിൻ്റെയും ഈ കരേൻ്റെയും അടുത്ത് നിൽക്കാനേ പറ്റുള്ളൂ. ചുമ്മാ ഇങ്ങനെ നിൽക്കാം, അതിനേ പറ്റൂ. கல்லெடுத்துறேடா. இந்த மொபைல் உள்ள வளர்ந்தா எல்லாம் எப்படி இருக்கும்? கல்லெடுத்துறியா? Start ആയില്ലേ? Ready 1 2 3. അയ്യോ ഇത് വാരം സൂപ്പർ അല്ലേ?
അക്കരെ കരയൊക്കെ എത്തിച്ചേ. ബോ യാ മോനെ ഇജെന്താ ഇവിടെ ക്ലീൻ ആക്കാൻ വന്നതാ? ഇവിടെ ക്ലീൻ ആക്കാൻ വന്നതാ? എന്തായാലും അവൻ വിളിച്ച് വെറുപ്പിച്ചിട്ടായാലും നമുക്കും ഇതൊക്കെ കാണാൻ പറ്റി. എന്തായാലും കൂടുതൽ അവനാണ് എൻജോയ് ചെയ്തത് വെള്ളത്തിലിറങ്ങിയിട്ട്. അതാ ബബിൾസ് ഇടണോ? ബബിൾസ് ഇടണ ബാലു? തുപ്പി തുപ്പി വിടണം. അതാണ് ഈ വീഡിയോ എടാ ഇതുവരെ സബ്സ്ക്രൈബ് ലൈക്ക് ഓം സബ്സ്ക്രൈബ് പറയ് ബാലു. ഓം ലൈക്ക്. സമയം ഒരുപാടായപ്പോൾ എൻ്റെ ഏട്ടായി എന്നെ സമ്മതിക്കുന്നില്ല. അസൂയ എന്നെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അടിപൊളി സ്വിമ്മിങ് ആണ്. ലാസ്റ്റ് സ്വിമ്മിങ് ഞങ്ങൾ പോവാണ് ഗൈസ്. എന്തായാലും ഈ ഈവനിങ് അടിപൊളിയായിട്ട് കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ കളിച്ചു. എവിടെ പോയാലും നമ്മൾ ഈ ഗെയിംസ് വിടില്ല. അതുകൊണ്ട് ഈ പുഴയിൽ വെച്ചിട്ടായാലും ഞങ്ങൾ എക്സ്ട്രാ ഗെയിംസൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവനിങ്ങനെ നീന്തുന്നത് കാണുന്നത്. ഈ പ്രായത്തിൽ ഞാൻ പോലും നീന്താൻ പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം അതൊക്കെ നടക്കുമായിരിക്കാം അല്ലേ? പോവാ. ടാറ്റ പറയ്. എത്ര ദൂരം പോവും? ആ இல்ல போலாம். அங்க போய் ஆழமா இருக்கும். அங்க நிக்க தெரிஞ்சா போலாம். யாராவது இங்க இருந்து அங்க போவோம். நான் அங்க இருந்து அவ்வளோ പണ്ട് നല്ലൊരു കുളത്തുനിന്ന് കരയുന്ന ആൾക്കാർ. ഡാ ടാറ്റ പറയ് ബാലു. എടാ എൻ്റെ ട്രൗസർ അടക്കം കാണുന്നുണ്ട്. കൂടെ പോര്. ടാറ്റ പറയ് ഡാ. ടാറ്റ പറയടാ. അങ്ങനെ ബാലുവിൻ്റെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് അവൻ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവൻ തലയൊക്കെ തുടച്ചിട്ട് പോവാണ് വീട്ടിലേക്ക്. അവൻ്റെ മമ്മീജി കണ്ടിട്ടുണ്ടെങ്കിൽ ഫയർ ആവും. പക്ഷെ എന്നാലും നൈസാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോവും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.